വീണ്ടും വാർത്തകളിലേക്ക്. ജസ്ന തിരോധാനത്തിൽ അച്ഛന്റെ വാദങ്ങൾ തള്ളി CBI. ജസ്ന ഗർഭിണിയായിരുന്നില്ലെന്നും ജസ്നയുടേതെന്ന് കരുതുന്ന രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയിട്ടില്ലെന്നും CBI കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം ചില പ്രധാന കാര്യങ്ങൾ CBI അന്വേഷിച്ചിട്ടില്ലെന്ന് ജസ്നയുടെ പിതാവ് പറഞ്ഞു. ഈ മാസം 23-ന് കേസിന്റെ വിധി പറയും. ജസ്ന തിരോധാന കേസിൽ പിതാവ് ജെയിംസ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണെന്നാണ് CBI കോടതിയെ അറിയിച്ചത്. ജസ്ന ഗർഭിണിയായിരുന്നില്ലെന്നും രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയിട്ടില്ലെന്നും CBI കോടതിയെ അറിയിച്ചു. അതേസമയം കേസിലെ ചില പ്രധാന കാര്യങ്ങളിൽ CBI ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് ജസ്നയുടെ പിതാവ് ആരോപിക്കുന്നു. വ്യാഴാഴ്ച ജസ്ന പ്രാർത്ഥിക്കാൻ പോയിരുന്നെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജെയിംസ്. ജസ്ന 4 വ്യാഴാഴ്ചകളിലും കോളേജിൽ പോയിരുന്നില്ലെന്നും അത് വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ജെയിംസ് പറഞ്ഞു. അപ്പം നമ്മൾ കേസ് ഫയൽ നമ്മൾ കോടതിയിൽ നിന്ന് എടുത്തു പഠിച്ചപ്പോൾ ഇവർ എത്തിപ്പെടാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു. കൂടെ പഠിച്ച സഹപാഠി പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ തെറ്റുകാരനല്ല. അതല്ലാതെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പോയിന്റ് ചെയ്യുന്നത്. ജസ്ന മിസ്സിംഗ് ആകുന്ന ഒരു വ്യാഴാഴ്ചയാണ്. അതുപോലെ 3-4 വ്യാഴാഴ്ചകളിൽ കോളേജ് അല്ലാത്ത ദിവസങ്ങളുണ്ട്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് പിതാവ് ജെയിംസ് ജോസഫ് കഴിഞ്ഞ ദിവസം കോടതിയെ ഹർജിയിലൂടെ അറിയിച്ചിരുന്നു. കേസിൽ പരാമർശിക്കുന്ന അജ്ഞാത സുഹൃത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിലവിൽ CBIക്ക് കൈമാറില്ലെന്നും തങ്ങൾ എത്തിപ്പെട്ട കാര്യങ്ങളിലേക്ക് CBI എത്തിയാൽ തെളിവുകൾ കൈമാറുന്നതിനെപ്പറ്റി ആലോചിക്കാമെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.